അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ ഹജ്ജിൻ്റെയും മഹത്തരമായ കർമ്മം ഔദ്യോഗികമായി ഏതാണ്ട് 20 ലക്ഷത്തോളം ആളുകളാണ് സംബന്ധിച്ചത് എങ്കിലും ആ സംബന്ധിച്ച ആളുകൾക്കൊന്നും ഒരാൾക്ക് പോലും ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ സൗദിയ ഗവൺമെൻറ് ലോകത്തിന് തന്നെ ഒരു മാതൃകയാവുന്ന രീതിയിൽ ഇത്രയും സംവിധാനിച്ചത് ഓരോ ഹാജിമാരെയും അത്ഭുതപ്പെടുത്തുകയാണ്. ഈ ജനലക്ഷങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഓടിയെത്തി വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരാൾക്ക് പോലും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ടി വന്നില്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ടി വന്നില്ല. മീനായിലുള്ള ഏറുകളും അറഫായിലുള്ള സംവിധാനങ്ങളും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. മീനായിൽ 4 ദിവസമാണ് രാപ്പാർക്കുന്നത് എങ്കിൽ അറഫയിലുള്ള ഒരു ദിവസത്തിന് വേണ്ടി ഒരു കൊല്ലത്തിന് വേണ്ടിയുള്ള സംവിധാനം പോലെ എല്ലാ ഒരുക്കപ്പാടുകളും ഇത്തര രീതിയിൽ ഹാജിമാരോട് ഇത്ര സംതൃപ്തമായി ചെയ്യുന്നതിൻ്റെ സംരംഭത്തെക്കുറിച്ച് നമ്മുടെ അനുഭവത്തിൽ അവർ ചെയ്ത സേവനത്തിന് എങ്ങനെയാണ് നമുക്ക് മാനസികമായി അവരോട് നന്ദി പറയേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല. അൽഹംദുലില്ലാഹ് ഇന്ന് ജനലക്ഷങ്ങളിൽ 75% മീനായിലുള്ള രാപ്പാർക്കലും കല്ലേറും കഴിയും. ഇസ്ലാമിക തത്വം അനുസരിച്ച് കല്ലേറി പരിശുദ്ധമായ ദുൽഹിജ്ജ 11-ൻ്റെയും 12-ൻ്റെയും കല്ലേറ് മതിയാക്കി മഗ്‌രിബിന് മുന്നവിടുകയാണെങ്കിൽ അതിനോടുകൂടെ ഹജ്ജിൻ്റെ പൂർവ്വപരി പ്രധാനപ്പെട്ട കർമ്മങ്ങൾ രാപ്പാർക്കൽ കഴിഞ്ഞ് 75% നാളെ വിലവിടുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ അഥവാ 13-ൻ്റെ അന്ന് ഏതാണ്ട് ഒരു 25%-20% ഹാജിമാർ മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. പക്ഷേ ചില ആളുകൾക്ക് ചില ധാരണകളുണ്ട്. ഈ സംവിധാനത്തിലൂടെ അവരെയും കൂടെ ഒന്ന് അറിയിക്കുകയാണ്. ഇന്ന് 12-ൻ്റെ അന്നുള്ള കല്ലേറ് കഴിഞ്ഞിട്ട് ഇന്ന് പോകുന്നവർ നാളെയുടെയും കൂടെ കല്ലേറ് 13-ൻ്റെയും കൂടെ കല്ലേറ് എറിഞ്ഞിട്ടാണോ പോവേണ്ടത്? അങ്ങനെ എറിയേണ്ടതോ പോവേണ്ടതുമില്ല. മനസ്സിലാക്കേണ്ടത് 12-ൻ്റെ അന്ന് മഗ്‌രിബിൻ്റെ മുന്നേ മിനവിടുകയാണെങ്കിൽ അന്നത്തെ കല്ലെറിയുന്നതിനോടുകൂടെ കല്ലെറിയൽ കർമ്മം കഴിഞ്ഞു. അല്ലാതെ 13-ൻ്റെ അന്നുള്ള കയറെന്താവേണ്ടതില്ല, എറിയേണ്ടതില്ല. ഒരു ഉദാഹരണത്തിന് വെള്ളിയാഴ്ച ഒരു ജുമയുള്ള ദിവസമാണ്, വ്യാഴാഴ്ച ഒരാൾ ഹറമെന്ന് പോകുന്നത്. എന്നാൽ പിന്നെ വെള്ളിയാഴ്ചയല്ല, നമ്മൾ വ്യാഴാഴ്ചയല്ലേ പോകുന്നത്, അതുകൊണ്ട് വെള്ളിയാഴ്ചയുടെ ജുമയും കൂടി വ്യാഴാഴ്ച നിസ്കരിക്കണോ? വേണ്ടതില്ല. അതേപോലെ 13-ൻ്റെ അന്നുള്ള കല്ലേറ് 12-ൻ്റെ അന്ന് എറിയേണ്ടതില്ല. അങ്ങനെ ആരും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എറിയുകയും ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് നല്ല സംവിധാനത്തിൽ ഇത്രയും ഹൃദയസ്പൃക്കായി ഇത്രയും ജനക്കൂട്ടങ്ങളെ ഒരു 100 ആളുണ്ടായാൽ എങ്ങനെ സംവിധാനിക്കുന്നു അതേപോലെയാണ് ഈ ജനലക്ഷങ്ങളെല്ലാം സംവിധാനിച്ചത്. എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആരും കഷ്ടപ്പെടുത്തില്ല. ലോകാത്ഭുതങ്ങൾ പലരും പലവിധേനയും രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ ലോകാത്ഭുതങ്ങൾ രേഖപ്പെടുത്തുന്ന ആളുകൾ ഇതിൽ സംവിധാനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ലോക അത്ഭുതങ്ങളിൽ ഈ സംവിധാനം ഏർപ്പെടുത്താത്തത്. അല്ലെങ്കിൽ പരിശുദ്ധമായ ഹജ്ജും മീനായിലുള്ള രാപ്പാർക്കലും അറഫയിലുള്ള നൃത്തവുമായിരിക്കും ലോകത്തിലുള്ള ഏറ്റവും വലിയ അത്ഭുത സംവിധാനം. അള്ളാഹുവിൻ്റെ ഭാഗമായി ഒരുമിച്ചുകൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അക്ബർ ട്രാവൽസിൻ്റെ ഹജ്ജിൻ്റെ അമീറായിട്ട് വന്നതാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാ ഹാജിമാർക്കും ഫലവത്തായ ഹജ്ജായ ബോധ്യപ്പെടുത്തി തരുമാറാവട്ടെ. ഈ സംവിധാനം പരസ്യപ്പെടുത്തുന്ന നിങ്ങൾക്കും നമുക്കും ഒക്കെ ദീനിൻ്റെ ഒരു ഹാദിമായ അള്ളാഹു ഈ സേവനം സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.